നമസ്കാരം സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെയാണ്. വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. നമ്മളിപ്പം ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴ സിഗ്നൽ കഴിഞ്ഞിട്ട് തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോഴുള്ള ദൃശ്യങ്ങളാണ്. തോട്ടപ്പള്ളി വരെയുള്ള സ്ഥലത്തെ കുറച്ച് ഭാഗത്തെ അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ, അതായത് നമ്മൾ അമ്പലപ്പുഴ സിഗ്നൽ കഴിഞ്ഞിട്ട് മുമ്പോട്ട് നമ്മൾക്കിപ്പം ഇടത്തെ സൈഡിലെ പെട്രോൾ പമ്പൊക്കെ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഇപ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ട് അവർ മെറ്റിലൊക്കെ ഇട്ട് നിർത്തിയതിന് ശേഷം അവിടെ ഇപ്പം WMM എന്ന് പറയുന്ന ഒരു മിശ്രിതം കൊണ്ടുവന്നാണ് ഇടിച്ചുറപ്പിച്ചിട്ടിരിക്കുന്നത്. ആദ്യമേ അവർ മണ്ണിട്ട് ലെവൽ ചെയ്ത് അതിനുശേഷം മെറ്റിലിട്ട് അതിൻ്റെ മുകളിൽ മെറ്റിലും എനിക്ക് തോന്നിക്കുന്നത് കോറി വേസ്റ്റാണ്. കോറി വേസ്റ്റിനകത്ത് നല്ലോണം ക്രഷ് ചെയ്തതിന് ശേഷം അത് സിമെൻറ്റുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് അതിപ്പം ഇടത്തെ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് അതിപ്പം ലെയർ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ടാണ് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് ഇനി ടാറിങ് ഉള്ളത്. ഇതേപോലെ തന്നെയാണ് ഇപ്പം മെയിൻ റോഡിലെ വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാം അവിടെ ഇപ്പം JCBക്ക് ഇങ്ങനെ തെള്ളി നിരത്തിക്കൊണ്ടിരിക്കുന്നത് കോറി വേസ്റ്റാണ്. അത് കഴിഞ്ഞ ഉടൻ തന്നെ ഈ കോറി വേസ്റ്റ് നല്ലോണം ക്രഷ് ചെയ്തതിന് ശേഷം അതിനകത്ത് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പം അതിൻ്റെ ആ ഒരു മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് ലെയർ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം അത് ഡ്രൈ ആയതിനു ശേഷം പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലോട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടാറിങ് ആണ് ചെയ്യുന്നത്. ഇപ്പം ആ ഒരു പണിയാണ് ഇപ്പം നമ്മൾ ഈ അമ്പലപ്പുഴ തൊട്ട് നമ്മൾ തോട്ടപ്പള്ളി വരെയുള്ള ഭാഗത്തായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ചെയ്യുന്നത്. പുറക്കാട് എത്തുന്നതിന് മുമ്പായിട്ടും ഇപ്പോൾ അമ്പലപ്പുഴ കഴിഞ്ഞിട്ട് ഇപ്പം ഇത്രയും ഭാഗത്തും, പിന്നെ നമ്മൾ പുറക്കാട് എത്തുന്നതിനായിട്ട് മുമ്പും, പുറക്കാട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പം മെയിൻ റോഡ് വരുന്ന ഭാഗത്ത് ഇടത്തെ സൈഡിലായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തൊക്കെ ഇനിയും പണി നടക്കാനുണ്ട്. ഇപ്പം ആ ഒരു ഭാഗത്ത് പോസ്റ്റൊക്കെ നിൽക്കുന്നുണ്ടായിരിക്കണം, അത്രയും പണി അവിടെ പൂർത്തിയായിരിക്കും. നമ്മളിപ്പം പുറക്കാട് ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. നമ്മൾ പുറക്കാട് ഭാഗത്തായിട്ട് എത്തുമ്പം തന്നെയും പുറക്കാട് പള്ളിയാണ് ഇപ്പം നമ്മളിപ്പം നേരെ മുമ്പോട്ട് വരുമ്പോൾ ഇടത്തെ സൈഡിലായിട്ട് കാണുന്നത്. അപ്പം ഇവിടെയും നമുക്കിപ്പോൾ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ടും മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ടും ഇടത്തെ സൈഡിലായിട്ട് ഈ WMM എന്ന് പറയുന്ന മിശ്രിതം കൊണ്ട് നിരത്തി അതിൻ്റെ പണി പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഇനിയും വലതു ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ പുറക്കാടെത്തുമ്പോൾ ഉള്ള പണി ഇനിയും നടക്കാനുണ്ട്. അവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും പോസ്റ്റുകളൊക്കെ വലതു ഭാഗത്തായിട്ട് കൂടുതൽ നിൽപ്പുണ്ട്. അപ്പോൾ ഇത്രയും ഡ്രൈ ആയതിനു ശേഷം ഇനി ഇടത്തെ സൈഡിലായിട്ട് ഇനി മെയിൻ റോഡ് വരുന്ന ഭാഗത്തായിട്ട് ഇനി ടാറിങ്ങാണ് ബാക്കിയായിട്ടുള്ളത്. നമ്മളിപ്പം ദൂരെ പുറക്കാട് ഭാഗത്തായിട്ട് കാണുന്ന അണ്ടർപാസിൻ്റെ നിർമ്മാണം പകുതിയോളം പൂർത്തിയായിരിക്കുന്നത് കാണാൻ പറ്റും. ബാക്കി പകുതി ഇനി ചെയ്ത് തീർക്കാനുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഇത്രയും ഭാഗത്തായിട്ട് തന്നെ ക്രാഷ് ബാരിയർ നിർമ്മാണവും കഴിഞ്ഞിട്ടുണ്ട്. വലതു ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അവിടെയും വലതു ഭാഗത്തായിട്ട് ഇനിയും ക്രാഷ് ബാരിയർ നിർമ്മാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിട്ടേണിംഗ് വാൾ ഉയർത്തിയായിരിക്കും വരുന്നത്. അവിടെ ഇപ്പം രണ്ട് സൈഡിലും റിട്ടേണിംഗ് വാളായിരിക്കും വരുന്നത്. നമ്മളിപ്പം നേരെ പുറക്കാട് ജംഗ്ഷൻ്റെ കുറച്ച് തെക്ക് ഭാഗത്ത് നിന്ന് നേരെ വടക്കോട്ട് നോക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. അവിടെയും നമ്മൾ പുറക്കാട് ആ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് വരുമ്പം ഇവിടെയും ഇനിയും കുറച്ചും കൂടെ പണി ആ ഒരു ഭാഗത്തായിട്ട് ബാക്കിയുണ്ട്. അവിടെ മണ്ണിട്ട് ഫില്ല് ചെയ്യേണ്ട പണിയാണ് വരുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടായിരിക്കും അവർ ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഇവിടുന്ന് നേരെ ഇനി തിരിഞ്ഞ് നേരെ തോട്ടപ്പള്ളി ഭാഗത്തേക്ക് പോകുമ്പോൾ ഉള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ പുറക്കാട് ജംഗ്ഷൻ കഴിഞ്ഞിട്ട് മുമ്പോട്ട് വരുമ്പം മെയിൻ റോഡ് വരുന്ന ഭാഗത്തും സർവീസ് റോഡ് വരുന്ന ഭാഗത്തും ഈ WMM എന്ന് പറയുന്ന മിശ്രം അത് അപ്ലൈ ചെയ്ത് അത് ഇടിച്ചുറപ്പിച്ചതിന് ശേഷം ഉള്ള പണി ഇവിടെ ഈ ഇത്രയും ഭാഗത്തായിട്ട് പൂർത്തിയായിട്ടുണ്ട്. പിന്നെ വലതു ഭാഗത്തായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്ത് മെറ്റിലിട്ട് നിരത്തി വരുന്നതേ ഉള്ളൂ. ഇനി അതിൻ്റെ മുകളിൽ WMM അപ്ലൈ ചെയ്യുമായിരിക്കും ഈ ഒരു ഭാഗത്തായിട്ട്. അപ്പോൾ ഇത്രയും ഭാഗത്തായിട്ട് ഡ്രൈ ആവുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ചാക്ക് പോലൊരു സാധനം ഇങ്ങനെ നിരത്തിയിട്ടിട്ട് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന പണിയും ഈ ഒരു ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിങ്ങനെ നനഞ്ഞ് കിടക്കണം. അപ്പം ഇടയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വിശ്വസമുദ്ര കമ്പനിയും സ്വീ ഇൻഫ്രാസ്ട്രക്ചർ കമ്പനിയും കൂടെ ചേർന്നാണ് നമ്മുടെ പരവൂര് മുതൽ കൊറ്റുകുളങ്ങര വരെയുള്ള റീച്ചിലെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2022 ഓഗസ്റ്റ് മാസമാണ് ഇതിൻ്റെ പണി ആരംഭിച്ചിരിക്കുന്നത്. 16% പൂർത്തിയായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 2025 ജൂൺ മാസമാണ് കാലാവധി അവസാനിക്കുന്നത്. സ്വീ ഇൻഫ്രാസ്ട്രക്ചറിൻ്റെയും വിശ്വസമുദ്രയും കൂടെ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ഒരു റീച്ച്, അതായത് പറവൂര് മുതൽ കൊറ്റുകുളങ്ങര വരെയുള്ള ഈ റീച്ചിൽ 2025 ജൂൺ മാസമായിട്ടാണ് കാലാവധി അവസാനിക്കുന്നത്. അതിന് മുമ്പേ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ദേശീയപാത അതോറിറ്റിക്ക് കൈമാറണം. നിലവിലിപ്പം ആലപ്പുഴ ജില്ലയിൽ നല്ല രീതിയിൽ തന്നെ പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞിട്ട് നേരെ ഹരിപ്പാട് കായംകുളം ഭാഗത്തേക്ക് പോകുമ്പോൾ രാമപുരം വരെയുള്ള ഭാഗത്തായിട്ട് നല്ല രീതിയിൽ തന്നെയുള്ള പണി നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഓച്ചിറ വരെയുള്ള പണി ഉള്ള ഭാഗത്തുള്ള പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേശ്ശെ നടക്കുന്നുണ്ട്. പിന്നെ പണി ഇപ്പോൾ ഏറ്റവും സ്ലോ ആയിട്ട് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ ജില്ലയിൽ നമ്മൾ ആലപ്പുഴ ബൈപ്പാസ് കഴിഞ്ഞിട്ട് പിന്നെ ചേർത്തല തുറവൂർ വരെയുള്ള ഭാഗത്തായിട്ട് വലിയ ആക്റ്റീവായിട്ടുള്ള പണി നടക്കുന്നുണ്ട്. കുറേശ്ശെയുള്ള പണിയാണ് നടക്കുന്നത്. KCC ബിൽക്കോണാണ് ആ ഒരു
റീച്ചിലെ കരാർ ഏറ്റെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസിൽ പണി നടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു പണി പൂർത്തിയായതിന് ശേഷമായിരിക്കും ചിലപ്പം ചേർത്തല വരെയുള്ള പണി ചിലപ്പോൾ ആക്റ്റീവ് ആകാനുള്ള സാധ്യതയുള്ള, തുറവൂർ വരെയുള്ള സാധ്യതയുള്ളത്. ഇപ്പോൾ ആലപ്പുഴ ബൈപ്പാസിൽ പുതിയതായിട്ട് 2 ക്രെയിൻ കൊണ്ടുവന്ന് ആ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. അപ്പം ഇനി ഗർഡറുകൾ ഉയർത്തി അതിൻ്റെ മുകളിൽ വെക്കുന്ന പണി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത്. പിന്നെ നമ്മളിപ്പം ഇത്രയും ഭാഗത്തെ അപ്ഡേറ്റാണ്. നമ്മളിപ്പം പുറക്കാട് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു റീച്ചിൽ ഇത്രയും ഭാഗത്തായിട്ടുള്ള പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോട്ടപ്പള്ളി ഭാഗത്തേക്കാണ്. തോട്ടപ്പള്ളി ഭാഗത്തായിട്ട് എത്തുമ്പോൾ തന്നെ നിലവിലെ പാലത്തിൻ്റെ വലതുഭാഗത്തായിട്ട് 2 പുതിയ പാലങ്ങളാണ് വരുന്നത്. പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ടും കായൽ കഴിഞ്ഞേച്ച് തൊട്ടപ്പുറത്തും പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ തോട്ടപ്പള്ളി പാലത്തിൻ്റെ തെക്കേ എൻഡ് ഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ വലത്തെ എൻഡ് ഭാഗത്തായിട്ട് തന്നെ കുറച്ച് തെങ്ങിൻ്റെ കുറ്റികൾ ഇവരിപ്പം കായലിനകത്ത് അടിച്ച് താത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ ഇപ്പം മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണിയാണ് നടക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ ഒരു ഭാഗത്തായിട്ട് പൈലിംഗ് വർക്കുകൾ കഴിയും. ഇപ്പം ഇവിടെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണമുണ്ട്, അതിൻ്റെ പൈലിംഗ് വർക്കുകൾ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ തന്നെയാണ് ഈ ഒരു വളവ് ഭാഗത്തായിട്ട് ഉള്ള പണി നടക്കുന്നത്. കുറച്ച് റിട്ടേണിംഗ് വാൾ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പാലവും കൂടെ വരുന്നുണ്ട്. ആ ഒരു പാലത്തിൻ്റെ തൊട്ടിപ്പുറത്തെ സൈഡിലായിട്ട് തന്നെ പൈലിംഗ് വർക്കുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ നല്ലോണം നിരത്തി പിടിച്ച് കുറച്ച് പൈലിങ് ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ കമ്പി ഇറക്കി കോൺക്രീറ്റും കഴിഞ്ഞിട്ടുണ്ട്. മുകൾ ഭാഗമൊക്കെ പൊട്ടിച്ച് കളഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും കുറച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്തതിന് ശേഷം പൈലിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തും ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ റിട്ടേണിംഗ് വാൾ ഉയർത്തിയായിരിക്കും മണ്ണിട്ട് ഫില്ല് ചെയ്ത് പൊക്കുന്ന പണി ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ ഈ തോട്ടപ്പള്ളി പാലം ഒക്കെ കഴിഞ്ഞ് വെച്ച് പിന്നെ നമ്മൾ നേരെ കരുവാറ്റ ഭാഗത്തേക്ക് പോകുമ്പോൾ അവർ കൂടുതൽ മണ്ണിട്ട് ഫില്ല് ചെയ്യുന്ന പണി ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് നടക്കുന്നുണ്ട്. ഇത്രയും പണിയാണ് നമുക്ക് തോട്ടപ്പള്ളി വരെയുള്ള അപ്ഡേറ്റ് എന്ന് പറയാനുള്ളത്. നമ്മളിപ്പം തോട്ടപ്പള്ളി പാലം കഴിഞ്ഞിട്ട് വലത്തോട്ട് കാണുന്ന റോഡ് തൃക്കുന്നപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. വലിയഴീക്കൽ ഭാഗത്തേക്ക് പോകുന്ന റോഡാണ്. അപ്പം അവിടെയാണ് ഒരു അണ്ടർപാസ് വരുന്നത്. അപ്പം അവിടെ പൈലിങ് കഴിഞ്ഞിട്ട് പൈൽ ക്യാപ്പിൻ്റെ നിർമ്മാണ ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പം ഇത്രയൊക്കെയാണ് നമുക്ക് അമ്പലപ്പുഴ മുതൽ തോട്ടപ്പള്ളി വരെയുള്ള പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ള വീഡിയോ നമ്മുടെ കൂടെ വരുന്ന ചങ്കിന് കുറച്ച് ദിവസം കൂടെ വർക്കുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഞങ്ങൾ പൂർണ്ണമായിട്ടുള്ള അപ്ഡേറ്റ് ഉടൻ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തും. കാത്തിരിക്കുക.